ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് കേട്ടോ. ഇതിൽ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. അതേപോലെ എത്ര ദിവസം മാവ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഞാൻ സാധാ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ആ രീതിയിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ്. ഇതിൻ്റെ റെസിപ്പി പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് കടക്കാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി 2 ഗ്ലാസ് പച്ചരി ഞാൻ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. ഒരു 6 മണിക്കൂറായി കേട്ടോ. 6 മണിക്കൂറായിട്ട് കുതിർക്കാൻ ഇട്ടേക്കുവാണ്. അപ്പോൾ ഞാനൊരു 3 ദിവസത്തേക്കുള്ള അരിയാണ് ആട്ടി വെക്കുന്നത്. സാധാരണ അങ്ങനെ ദോശയ്ക്കായാലും അപ്പത്തിനായാലും ഒരു 3 ദിവസത്തേക്കുള്ളതൊക്കെയാണ് ആട്ടി വെക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങ. അത് ചെറിയൊരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വലുപ്പമില്ല, ചെറിയൊരു തേങ്ങ അത് ഫുള്ളായിട്ട് ചിരികെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വെള്ളവും തേങ്ങാ വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങാ വെള്ളം കളയുകയേ ചെയ്യരുത്. നമ്മുടെ അപ്പത്തിന് പൊളിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. അതേപോലെ നല്ല സോഫ്റ്റ് ആവാനും ഈ തേങ്ങാ വെള്ളം നല്ല കേട്ടോ. ഇനി ഞാൻ ആദ്യം ചെയ്യുന്നത് അരി മാത്രം നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് വലിയ മിക്സിയുടെ ജാറിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരി മാത്രം ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് അല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അരി കിടക്കുന്നതിൽ ജസ്റ്റ് മുകളിൽ അത്രേ ആകാവുള്ളൂ. അതിൽ കൂടുതലാവരുത്. അരി അരയത്തുമില്ല. അതേപോലെ അപ്പം അത്ര നല്ലതായിട്ട് കിട്ടത്തുമില്ല കേട്ടോ. ഇത്രയും മതി. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ഈ പാത്രത്തിലാണ് ഞാൻ സാധാരണ മാവ് അരച്ചൊഴിച്ച് വെക്കാറുള്ളത്. അത് അപ്പത്തിൻ്റെ ആയാലും അതേപോലെ ദോശക്കുള്ള മാവായാലും ഈ പാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും അലൂമിനിയം പാത്രം അതേപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഡബ്ബകൾ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. അത് ക്യാൻസറിന് കാരണമാവും. നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെയാണ് നമ്മൾ അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇത് അറിവില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു 2 സ്പൂണ് മാവ് എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് കപ്പ് കാച്ചാനാണ് കേട്ടോ. ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ ചെയ്തു വെക്കുന്നത് ഞാനൊരു 3 ദിവസത്തേക്കാണ്, ഞാൻ പറഞ്ഞില്ലേ 3 ദിവസത്തേക്കാണ് മാവ് അരച്ച് വെക്കുന്നത്. അപ്പോൾ അത്രയും ദിവസം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ ഈ കപ്പ് കാച്ചി വെച്ചേ വെക്കത്തുള്ളൂ. നമ്മൾ ഇത്ര സോഡാപ്പൊടി ഇട്ടാലും ഈസ്റ്റ് ഇട്ടാലും അതേപോലെ ഇത്രയും ദിവസം പഞ്ഞി പോലെ ഇരിക്കത്തില്ല. എനിക്ക് അനുഭവം ഉള്ളതാണ്. പിറ്റേ ദിവസം ആകുമ്പം ആ ഈസ്റ്റിൻ്റെ ഒരു മണവും അതേപോലെ ഭയങ്കര ഹാർഡായിട്ട് ഇരിക്കുകയും ചെയ്യും. ആ കപ്പി കാച്ചാനെടുത്ത മാവിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കലക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അവസാനം ഞാൻ അതായത് തേങ്ങയെല്ലാം അരച്ചതിന് ശേഷം മാത്രമേ ഞാൻ കപ്പി കാച്ചി ഒഴിക്കത്തുള്ളൂ. അപ്പോൾ അരി അരച്ച ജാറിലേക്ക് തന്നെ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു തവി ചോറ്, സാധാ നമ്മുടെ വീട്ടിൽ തവി ഉണ്ടല്ലോ, കഞ്ഞി ഒക്കെ പോരുന്ന തവി, ആ ഒരു തവി ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത്, വെള്ളം ഒരുപാടല്ല, ഞാൻ ആ ലെവലിൽ ആ ചോറും തേങ്ങയൊക്കെ കിടക്കുന്ന ആ ലെവലിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നല്ല തിക്കായിട്ട് നല്ല തിക്ക് പേസ്റ്റ് പോലെയാണ് അരച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് അരി അരച്ചതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി, രണ്ടും കൂടെ നന്നായിട്ട് മിക്സാക്കി മാറ്റി വെക്കാം കേട്ടോ. ഇതിന് ശേഷം ഞാൻ കപ്പി കാച്ചിനെടുക്കുവാണേ. കപ്പി കാച്ചുന്നത് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, എന്നാലും ഞാൻ പറയുകയാണ്. അപ്പം നമ്മൾ പാത്രം വെക്കുമ്പോൾ തന്നെ, ഗ്യാസ് അടുപ്പിലേക്ക് വെക്കുമ്പോൾ തന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വേണം വെക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും, അടിയിൽ കരിഞ്ഞ് പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ഇതേപോലെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തിട്ട് നല്ല കുറുകിയ പരുവത്തിലാക്കി എടുക്കാം. അപ്പോൾ ഒത്തിരി അങ്ങ് ടൈറ്റ് ആകരുത്, കുറച്ച് ലൂസ് പരുവത്തിലെടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണ്ട മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ആദ്യം ഞാൻ ഈ മാവിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ കപ്പി കാച്ചിയിലോട്ട് ഒഴിച്ചിട്ട് അതുമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. ഇല്ലെങ്കിൽ കട്ടയായിട്ട് മാവിനകത്ത് കിടക്കും കേട്ടോ. നമ്മൾ അപ്പം ചുടുന്ന സമയത്ത് കട്ടയായിട്ട് അവിടെ ഇവിടെ എല്ലാം കിടക്കും. അത് ഒഴിവാക്കാനായിട്ട് ഇതിൽ നിന്ന് കുറച്ച് മാവ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കി പിന്നെ നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ കപ്പി കാച്ചിയതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരച്ച് വെച്ച മാവ് നല്ല കുഴമ്പ് പരുവത്തിലാവും കേട്ടോ. അപ്പം നമുക്ക് തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, തേങ്ങാവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. തേങ്ങാവെള്ളം ഒരുപാടുണ്ടെങ്കിൽ അത്രയും അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ നിൽക്കരുത്. പരുവത്തിന് വേണം ഒഴിച്ചു കൊടുക്കാൻ. നമ്മുടെ ബാറ്റർ നല്ല തിക്കായിരിക്കണം, എന്നാലേ മാവ് നന്നായിട്ട് പതഞ്ഞ് വരത്തുള്ളൂ കേട്ടോ. അപ്പോഴേ അപ്പവും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. നമ്മുടെ തേങ്ങാവെള്ളമായിട്ട് റിയാക്ഷൻ ഉണ്ടായി മാവ് നന്നായിട്ട് പതഞ്ഞ് വരാനാണ് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നമുക്കിത് മൂടി വെക്കാം. അപ്പോൾ രാത്രി മൊത്തവും ഫുള്ള് ഞാനിത് വെക്കുവാണ്. പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പം അപ്പം ചൂടാൻ എടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല പതഞ്ഞ് അപ്പം ചൂടാൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സോഡാപ്പൊടിയോ അതേപോലെ ഈസ്റ്റോ ഒന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് ഒരുപാട് അങ്ങ് പൊങ്ങി വരത്തില്ല. പക്ഷേ പിന്നെ മാവ് നന്നായിട്ട് പതഞ്ഞ് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി നമുക്ക് അപ്പം ചൂടാൻ വേണ്ടി എടുക്കാം. ഞാനിവിടെ ഇരുമ്പ് ചീനച്ചട്ടിയാണ് അപ്പം ചൂടാൻ വേണ്ടി എടുക്കുന്നത്. പണ്ട് മുതൽ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ചൂടാറുള്ളത്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിനേക്കാളിലും നമ്മൾ ഈ ഇരുമ്പ് ചീനച്ചട്ടിയിൽ അല്പം നല്ലെണ്ണയൊക്കെ തൂത്തിട്ട് അപ്പം ചുടുമ്പോൾ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട, നല്ല ടേസ്റ്റാണ് അപ്പത്തിന്.
അതേപോലെ ഈസ്റ്റിൻ്റെ മണമോ എനിക്ക് സാധാരണ സത്യം പറഞ്ഞാൽ ഈസ്റ്റിൻ്റെ മണമോ അതേപോലെ സോഡാപ്പൊടിയുടെ മണമോ എനിക്ക് അത്ര താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ ആർക്കും അങ്ങനെ അത്രയും താല്പര്യമില്ല. അതുകൊണ്ട് ഈ ഒരു അപ്പം നമുക്ക് കറിയില്ലാതെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ അപ്പത്തിൻ്റെ റെസിപ്പി പണ്ട് കാലം മുതലേ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും അതേപോലെ ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു പോരുതേ. അപ്പോൾ ഓക്കെ, താങ്ക്